വെൽക്കം ബാക്ക് ടു ഡോട്ട് വ്യൂയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലം സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ദൂരെ എവിടെയല്ല, നമ്മുടെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ വിംസിൻ്റെ ബാക്ക് സൈഡാണിത്. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്തായാലും കിടിലം സംഭവമാണ്. ഞങ്ങളിപ്പോൾ കുറേ റൈഡെല്ലാം അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ വന്നിരിക്കുന്നത്. വിംസാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വേറെ ആർക്കും അങ്ങനെ പെട്ടെന്ന് വരാൻ കഴിയില്ല. ഞങ്ങൾ തന്നെ പെർമിഷനിലാണ് വന്നിരിക്കുന്നത്. സോ ഞാനും നമ്മുടെ അരുൺ സാറും ഉണ്ട്. ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ, സാറ്റർഡേ അറിയാമല്ലോ, എല്ലാ സാറ്റർഡേയും നമ്മൾ റൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇവിടെ. എന്തായാലും കാണാൻ ഭയങ്കര സംഭവം. ഒന്നാമത് ഇത്രയും ആളുകൾ ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ കിടിലം പ്ലേസ് ആയിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള റോഡ്, അത് നിങ്ങൾ ഗോപ്രോയിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോറി, ആക്ഷൻ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും സംഭവമാണ്. ഇവിടുന്ന് ഇനി തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പുതിയ റോഡിലൂടെയാണ് ഞങ്ങൾ വരുന്നത്. അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. വെൽക്കം ബാക്ക് ടു ഡോട്ട് വ്യൂ. ലൈഫ് ഈസ് വണ്ടർഫുൾ. നമ്മളെപ്പോഴും അറിയേണ്ടതെന്ന് വെച്ചാൽ, ഒരു ലിറ്റിൽ തിങ്സിൽ നമ്മൾ ഹാപ്പിനെസ് കാണണം. നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ഡിസീസ് എല്ലാവർക്കും ഉണ്ട്. അതായത് ഇവിടെ ഞാൻ റീച്ച് ചെയ്താൽ തന്നെ, എൻ്റെ ലൈഫിൽ ഇവിടെ റീച്ച് ചെയ്താൽ തന്നെ ഐ വിൽ സ്റ്റാർട്ട് എൻജോയിങ്. അങ്ങനെയല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ദി അതർ വേ റൗണ്ട്. നമ്മൾ പോകുന്ന വഴിയൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകണം. യു ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് സ്മെൽ ദ റോസസ് ആൻഡ് ദെൻ ഗോ. ഓൺലി ദെൻ വി മൈറ്റ് ഈവൻ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. സോ യു നോ, ലൈഫ് ഈസ് വണ്ടർഫുൾ. Be positive always.
അത് മറ്റേ ഇത് കഴിക്കാനായിരിക്കും, അത് ഇത് ചെയ്താൽ റെഡിയാവും. അപ്പം നമ്മളിവിടെ എന്തായാലും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഫുഡ് കാരണം അത്ര വലിയ സംഭവമൊന്നുമില്ല, ന്യൂഡിൽസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ പറയരുത്. അപ്പോൾ ഞങ്ങൾ ന്യൂഡിൽസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, കിടിലൻ സ്ഥലമാണ്. ഓക്കെ, നമ്മൾക്ക് അടിപൊളി. ഇത് ശരിക്കും കാപ്പിയെല്ലാം ഉണക്കാൻ വേണ്ടി വെക്കുന്ന അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് തോന്നുന്നു. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഇത് നല്ല അത്യാവശ്യം വലിയൊരു എസ്റ്റേറ്റ് തന്നെയാണ്. ശരി, ഇത് എത്ര ഏക്കർ ഉണ്ട്? 250 ഏക്കേഴ്സ്, 250 ഏക്കേഴ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് എവിടെ നിന്നൊക്കെ പീക്കോക്ക് കരയുന്ന ഒരു സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. സോ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ കാടിൻ്റെ കറക്റ്റ് ആ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ ഈ കാട്ടിനകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്യൂബ്സ് എന്ന് പറഞ്ഞത് ഫ്ലമ്മോ എന്ന് പറയുന്ന ഒരു ക്യൂബാണ്. യൂഷ്വലി ലേ ലഡാക്ക് ട്രിപ്പിൽ പോകുന്നവർ ദേ യൂഷ്വലി യൂസ് ദിസ് ക്യൂബ്സ്. അവിടെ ഇത് ഇറ്റ്സ് വെരി കോമൺ, ക്വൈറ്റ് കോമൺലി അവൈലബിൾ. ഇത് എൻ്റെ ലേ ലഡാക്ക് ട്രിപ്പിൽ മേടിച്ച ഒരു സ്റ്റൗവാണ്. പിന്നെ ഇതിപ്പോൾ ഓൺലൈനിൽ ആമസോണിൽ മേടിക്കാൻ കിട്ടുന്നത്. ഒരു ക്യൂബ് എന്തായാലും ഒരു 10 to 15 മിനിറ്റ്സ് സോളിഡായിട്ട് ഇറ്റ് വിൽ ബേൺ. സോ ഒരു ചായ കുടിക്കണോ അല്ലെങ്കിൽ നൂഡിൽസ് പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 ക്യൂബ് മതി ആക്ച്വലി, ദാറ്റ് വിൽ ഡു. ആൻഡ് അതൊരു രസമാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലെയിം ഒരു ഇറ്റ് ഗിവ്സ് എ വെരി പഞ്ചൻ്റ് ഓർഡർ. അത് മാക്സിമം ഇൻഹേൽ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്, അതും കോവിഡ് സിറ്റുവേഷനിൽ. ഇതൊരു മൾട്ടി ടൂളാണ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഫോർക്ക് ഇങ്ങനെ വരും. ആൻഡ് ഒരു ഇതിൻ്റെ കൂടെ ഒരു സ്പൂണുമുണ്ട്. അതല്ലാതെ പിന്നെ ഒരു ബോട്ടിൽ ഓപ്പണർ, ഇപ്പുറത്തെ സൈഡ് ഒരു നൈഫ്. സോ ഇതൊരു ഹാൻഡി സ്റ്റഫാണ്, ഫോൾഡബിൾ. സോ ഇറ്റ്സ് ക്വൈറ്റ് പോർട്ടബിൾ. സോ ഇതും ആമസോണിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബ്യൂട്ടിഫുൾ സീസണിങ് ആണ്. നമ്മളിങ്ങനെ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ലോൺലി കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഓൾ ഇൻ വൺ മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പെരി പെരി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്യാപ്സിക്കം ഓർ ചില്ലി വിച്ച് ഈസ് അവൈലബിൾ ഇൻ ആഫ്രിക്ക. സോ ഇതും ഓൺലൈനിൽ കിട്ടും. കേയാസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൽ തന്നെ ഒരു സാൾട്ട് ഉണ്ടാവും, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ സാൾട്ട് എല്ലാം ഉണ്ടാവും. ചില്ലി, ബ്ലാക്ക് പെപ്പർ ഉണ്ട്, ഓറിഗാനോ, പാർസ്ലി എല്ലാം ഉണ്ട് ഇതിൽ. സോ ഇറ്റ്സ് ജസ്റ്റ് എ മിക്സ്. ഏതൊരു ഫുഡാണെങ്കിലും ഇത് ഈ ഒരു മിക്സ് മാത്രം ഉണ്ടെങ്കിലും ഇറ്റ്സ് മോർ ദൻ എനഫ്. Amazing, wow. After a hardcore off-roading, coming to the wild, making your own food, cooking and eating, nothing tastes better than this. Believe me, nothing tastes better than this. When you eat anything hungry, I'm going to eat. അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് കഴിഞ്ഞു. ഫുഡ് അടിപൊളിയായിരുന്നു. നൂഡിൽസ് നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ചെറുതായി ജലദോഷമെല്ലാം പിടിച്ചു കേട്ടോ.
മഴ ഉണ്ടിടോ തോന്നുന്നു. പക്ഷേ ഞങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ റൈഡ് അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സരഡേ ഇപ്പം മഴയെല്ലാം പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗി കേട്ടോ കാടിനെല്ലാം. നോക്കിയേ, ഒരു ഗ്രീനെല്ലാം കുറച്ചുകൂടെ കൂടിയ പോലുള്ള ഒരു ഫീൽ. എനിക്ക് ഇത്രയും നല്ല ചാൻസസ് തരുന്നത് നമുക്ക് ദൈവത്തിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അത്രയും നല്ല സ്ഥലങ്ങളിലാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. റൈഡിങ് എന്ന് ഉദ്ദേശിക്കുന്ന വെറും ബൈക്ക് എടുത്ത് ചുമ്മാ അങ്ങനെ കറങ്ങി നടക്കുന്നതല്ല. പക്ഷേ റൈഡിങ് എന്ന് പറയുമ്പോൾ ഇതൊരു വല്ലാത്തൊരു ഫീലാണ്. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ റൈഡേഴ്സ് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് റൈഡ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഒരു ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിലെല്ലാം ഫോട്ടോസ് കാണാറുണ്ട്. പയ്യന്മാരെല്ലാം ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വയനാട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള മഴ പെയ്തിട്ട് കോൾഡ് പിടിച്ചെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കുറേ ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. എന്തായാലും വരുന്നവർക്ക് ഏറ്റവും നന്നായി കാണാൻ പറ്റുന്നത്. പക്ഷേ എത്രത്തോളം ആളുകൾക്ക് ഇവിടെ അകത്ത് വന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇവിടെ ഒരു പ്രത്യേക ക്ലൈമറ്റാണ് ഇവിടെ. കാടെല്ലാം നമ്മുടെ സറൗണ്ട് വരുന്നത് കാടാണ്. അതിലുള്ള നല്ല നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ആവും. അപ്പം ഞങ്ങൾ പോകാനുള്ള പരിപാടിയിൽ. അപ്പം ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് പോകുന്ന വഴി കാണാം.